ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെന്റ്സിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പ്രധാനമായും 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ്സിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പ്രിന്റ്, സെക്കൻഡ് വൺ മീഡിയ, തേർഡ് വൺ ബേസ്ഡ് ഓൺ പർപ്പസ് ആൻഡ് ഫോർത്ത് വൺ ബേസ്ഡ് ഓൺ ടെറിട്ടറി. സോ ഈ പറയുന്ന 4 കാറ്റഗറിയുടെ അണ്ടറിലാണ് നമ്മൾ ഇനി വരുന്ന ഓരോ അഡ്വർടൈസ്മെന്റ്സും ഡിഫറെന്റ് കാറ്റഗറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അണ്ടർ പ്രിന്റ് മീഡിയ, ഫസ്റ്റ് വൺ ന്യൂസ് പേപ്പർ, second magazine, third directory, fourth outdoor, and fifth one transist. Under media, it includes television, radio, online, direct mail, and mobile advertisements. Then based on purpose, it's included covert advertisements, brand advertisements, non-product advertisements, service advertisement, celebrities advertisements or celebrity endorsement, then surrogate advertisement, persuasive advertisement, competition advertisements, and public service advertisements. Then under territory, it includes retail, local advertisements, national advertisement, and international advertisements. So total 23 types of advertisements നെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So let's do it. ഫസ്റ്റ് ന്യൂസ് പേപ്പർ ടെക്നിക് ആണ്. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണ്. നമ്മൾ എടുത്ത് നോക്കുന്ന ഓരോ ന്യൂസ് പേപ്പറിൽ ഓരോ ബോക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു കോർണറിൽ നമ്മൾ പലതരത്തിലുള്ള പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ് കാണാറുണ്ട്. അതാണ് ഈ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 കാറ്റഗറിയിലുള്ള ന്യൂസ് പേപ്പേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ നാഷണൽ ന്യൂസ് പേപ്പേഴ്സ്, സെക്കൻഡ് വൺ റീജിയണൽ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് തേർഡ് വൺ ലോക്കൽ ന്യൂസ് പേപ്പേഴ്സ്. നാഷണൽ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് മുഴുവനായിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നാഷണൽ ന്യൂസ് പേപ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീജിയണൽ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് രാജ്യം മുഴുവനില്ല, ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രമേ അതുണ്ടാവുള്ളൂ. മേ ബി സൗത്ത് ഇന്ത്യ മാത്രം അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ മാത്രം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റേറ്റിൽ മാത്രമേ അതുണ്ടാവുള്ളൂ. കേരളത്തിൽ മാത്രം പബ്ലിഷ് ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പർ ആണെങ്കിൽ അതിനെയാണ് റീജിയണൽ ന്യൂസ് പേപ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോക്കൽ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഈ ഓരോ റീജിയനിനുള്ളിലും പല സബ് കാറ്റഗറീസ് ഉണ്ടാവും, അല്ലെങ്കിൽ സബ് ക്ലസ്റ്റേഴ്സ് എന്നാണ് നമ്മൾ നോർമലി അതിനെ പറയുന്നത്. അങ്ങനെ സബ് ക്ലസ്റ്റേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനാണ് ലോക്കൽ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അഥവാ ചിലപ്പോൾ എറണാകുളം, നമുക്കറിയാം കേരളത്തിന്റെ ഒരു പാർട്ടാണ് എറണാകുളം എന്ന് പറയുന്നത്, കേരളത്തിനുള്ളിൽ വരുന്നത്. ആ എറണാകുളം അല്ലെങ്കിൽ ആ ഒരു സിറ്റിയിൽ മാത്രം, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ടൗണിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ലോക്കൽ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ചിലപ്പോൾ നമ്മുടെ കമ്പനിക്കുള്ളിലും കമ്പനിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്കുള്ളിൽ തന്നെ ചിലപ്പോൾ ചെറിയൊരു ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടാവും, ഒരു ചെറിയൊരു നെറ്റ്വർക്ക് ഉണ്ടാവും. അതിനെയും നമ്മൾ ലോക്കൽ ന്യൂസ് പേപ്പേഴ്സ് ആയി തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിന്റെ ഉള്ളിൽ വരുന്ന അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻസിനെയാണ് ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ മാഗസീൻ അഡ്വർടൈസ്മെന്റ്സ്. സോ മാഗസീൻസ് എന്ന് പറയുന്നതും ഇങ്ങനെ തന്നെ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ സംടൈംസ് മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ബേസിസ് പബ്ലിഷ് ചെയ്യുന്ന പലതരത്തിലുള്ള മാഗസീൻസ് ഉണ്ട്. ഈ മാഗസീൻസിന്റെ ഉള്ളിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുന്നതിനെയാണ് മാഗസീൻ അഡ്വർടൈസ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്രധാനമായിട്ട് ഈ മാഗസീൻസ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ 3 കാറ്റഗറിയിലാണുള്ളത്. നാഷണൽ ഉണ്ട്, റീജിയണൽ ഉണ്ട്, ലോക്കൽ ഉണ്ട്. സോ നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് മുഴുവനായി, സംടൈംസ് ഇന്റർനാഷണൽ മാഗസീൻസും ഉണ്ട്, അഥവാ വേൾഡ് വൈഡ് മുഴുവൻ പബ്ലിഷ് ചെയ്യുന്ന മാഗസീൻസും ഉണ്ട്. ബട്ട് കോമൺ ആയിട്ട് അങ്ങനെ ഇന്റർനാഷണൽ മാഗസീൻസ് ഒരുപാടില്ല, ബട്ട് നാഷണൽ മാഗസീൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. ആൻഡ് ഓൾസോ റീജിയണൽ മാഗസീൻസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ റീജിയൻ ഫോക്കസ് ചെയ്യും. ആൻഡ് ലോക്കൽ മാഗസീൻസ് എന്ന് പറയുന്നത് ഒരു സബ് ക്ലസ്റ്ററിനെ മാത്രം ഫോക്കസ് ചെയ്യും. സംടൈംസ് നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഇതേപോലുള്ള ലോക്കൽ മാഗസീൻസും റൺ ചെയ്യാറുണ്ട്. സോ ഇതിന്റെ ഉള്ളിൽ കാണുന്നതാണ് മാഗസീൻസ് അഡ്വർടൈസ്മെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഡയറക്ടറി. സോ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലൈക്ക് നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഒരു ഡയറക്ടറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്രധാനമായിട്ടും ഈ ഒരു അഡ്വർടൈസ്മെന്റ് പോകുന്ന ഡയറക്ടറി എന്ന് പറയുന്നത് 2 കാറ്റഗറിയുള്ള ഡയറക്ടറിയാണ്. ഫസ്റ്റ് വൺ ടെലിഫോൺ ഡയറക്ടറി ആൻഡ് വെബ്സൈറ്റ് ഡയറക്ടറി. ഈ ടെലിഫോൺ ഡയറക്ടറി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ലാൻഡ് ലൈൻ ഉണ്ടായിരുന്ന സമയത്താണ് കോമൺ ആയിട്ട് എല്ലാവരുടെയും ലാൻഡ് ലൈൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറി ഉണ്ടായിരുന്നു. അതിനെയാണ് ടെലിഫോൺ ഡയറക്ടറി എന്ന് പറയുന്നത്. സോ ആ ടെലിഫോൺ ഡയറക്ടറിക്കകത്ത് ആക്ച്വലി ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും ഇൻഫർമേഷൻസ്, എസ്പെഷ്യലി ടെലിഫോൺ നമ്പേഴ്സ് അതിനകത്ത് ഉണ്ടാവും. സോ അതിന്റെ അകത്ത് നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് കൊണ്ടുവരികയാണെങ്കിൽ അതാണ് ടെലിഫോൺ ഡയറക്ടറി എന്ന് പറയുന്നത്. ബട്ട് ഇപ്പോൾ ടെലിഫോൺ ഒക്കെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി, എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ടെലിഫോൺ ഡയറക്ടറി ഇല്ല. ബട്ട് ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നത് വെബ്സൈറ്റ് ഡയറക്ടറിയാണ്. സോ വെബ്സൈറ്റ് ഡയറക്ടറി എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ട് ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സിന്റെ ഈ വെബ്സൈറ്റ് ഓൺലൈൻ ലിങ്ക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള പബ്ലിഷിംഗ്സ് ഉണ്ട്. സോ ഇതിനെയാണ് വെബ്സൈറ്റ് ഡയറക്ടറി എന്ന് പറയുന്നത്. സോ ഈ വെബ്സൈറ്റ് ഡയറക്ടറിക്കകത്ത് ആക്ച്വലി നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഡയറക്ടറി അഡ്വർടൈസ്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ്.
സോ ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അഥവാ നമ്മൾ വീടിന്റെയോ അല്ലെങ്കിൽ ഓഫീസിന്റെയോ ഡോർ തുറന്ന് നമ്മൾ അതിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത്, അഥവാ വീടിന് പുറത്തിറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ പുറത്ത് കാണുന്ന അഡ്വർടൈസ്മെന്റ്സിനെയാണ് ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മെയിൻ ആയിട്ട് ഇത് പ്രിന്റ് മീഡിയയുടെ അണ്ടറിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വീടിന് പുറത്തിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫീസിന് പുറത്തിറങ്ങുന്ന സമയത്ത് പ്രിന്റ് ചെയ്തിരിക്കുന്ന കാറ്റഗറിയിലുള്ള അഡ്വർടൈസ്മെന്റ്സ് കാണുന്നതിനെയാണ് ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ സ്ട്രീറ്റിലൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് കാണാറുണ്ട്. എസ്പെഷ്യലി പല കമ്പനിയുടെ ഒക്കെ ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് കാണാറുണ്ട്. ഇതിനാണ് ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഏറ്റവും സിമ്പിൾ ആയിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. പെട്ടെന്ന്, ബിക്കോസ് നമ്മൾ സ്ട്രീറ്റിലൂടെ പരസ്യം വായിക്കാൻ വേണ്ടിയിട്ടല്ല നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഏറ്റവും ഷോർട്ട് ആയിട്ടും പ്രിസൈസ് ആയിട്ടും ഷാർപ്പ് ആയിട്ടുമുള്ള ഒരു മെസ്സേജ് ആയിരിക്കും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അഥവാ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന, മാക്സിമം ഒരു 3 to 4 seconds കൊണ്ട് ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെസ്സേജുകളായിരിക്കും നമ്മൾ ഒരു ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ്സിൽ മെയിൻ ആയിട്ട് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇങ്ങനെ സാധാരണ നമ്മൾ പുറത്ത് നടക്കുന്ന സമയത്ത് കാണുന്ന അഡ്വർടൈസ്മെന്റ്സിനെയാണ് ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസിസ്റ്റ് അഡ്വർടൈസ്മെന്റ് നെയിം മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ യാത്രകളിൽ കാണുന്ന അഡ്വർടൈസ്മെന്റിനെയാണ് ട്രാൻസിസ്റ്റ് അഡ്വർടൈസ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ എസ്പെഷ്യലി ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ പുറത്തൊക്കെ പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സ് കാണും. സോ ഇതാണ് ട്രാൻസിസ്റ്റ് അഡ്വർടൈസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിനുള്ളിൽ നമ്മൾ പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സ് കാണും, അതിൽ പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും. സോ ഇതിനെയൊക്കെയാണ് ട്രാൻസിസ്റ്റ് അഡ്വർടൈസ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമൺലി അഡ്വർടൈസ്മെന്റ് സീൻ ഓൺ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ്. ദെൻ ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ്സ്. സോ ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ്സ് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. നമ്മളൊരു ടെലിവിഷൻ കാണുന്ന സമയത്ത് ആ ടെലിവിഷനിലൂടെ നമ്മൾ കാണുന്ന ഓഡിയോ വീഡിയോ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സിനെയാണ് ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റേഡിയോ അഡ്വർടൈസ്മെന്റ്സ്. സോ ടെലിവിഷൻ അഡ്വർടൈസ്മെന്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് റേഡിയോ അഡ്വർടൈസ്മെന്റ് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ബിക്കോസ് ടെലിവിഷന്റെ അകത്ത് വിഷ്വൽസ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും, ബട്ട് റേഡിയോയ്ക്കകത്ത് നമുക്ക് ഓഡിയോ മാത്രമേ പ്രസന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അങ്ങനെ ഓഡിയോ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സിനെയാണ് നമ്മൾ റേഡിയോ അഡ്വർടൈസ്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റേഡിയോ അഡ്വർടൈസ്മെന്റ്സിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇത് ഫ്രീക്വൻസി മൊഡ്യൂൾസ് വഴി നമ്മൾ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് വളരെ റിമോട്ട് ആയിട്ടുള്ള ആളുകളിൽ പോലും നമുക്ക് ഈസി ആയിട്ട് മെസ്സേജ് എത്തിക്കാൻ സാധിക്കും റേഡിയോ അഡ്വർടൈസ്മെന്റ്സിലൂടെ. ബട്ട് റേഡിയോ അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പരിധി വരെ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രസന്റ് സിനാരിയോയിൽ. ഓൺലൈൻ അഡ്വർടൈസ്മെന്റ്. ഓൺലൈൻ അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത്, അതായത് ഓൺലൈനായി നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റ്സ് ആണ് ഓൺലൈൻ അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ പ്രധാനമായിട്ടും കമ്പനിയുടെ പല കമ്പനികളുടെയും വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മളൊരു ഓൺലൈൻ ഗെയിം പ്ലേ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലാണെങ്കിൽ തന്നെ നമ്മൾ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, സോ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റ്സിനെയാണ് ഓൺലൈൻ അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ ഓൺലൈൻ അഡ്വർടൈസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള അഡ്വർടൈസിംഗ് മെത്തഡോളജിയാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിന്. ബിക്കോസ് കൃത്യമായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള മെസ്സേജസ് എന്തൊക്കെയാണോ, അല്ലെങ്കിൽ നമ്മൾ ഏത് കസ്റ്റമറിനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, കൃത്യമായിട്ട് ആ കസ്റ്റമറെ തന്നെ ടാർഗറ്റ് ചെയ്യാനും ആ ഒരു കസ്റ്റമറിന്റെ ടേസ്റ്റിംഗ് പ്രിഫറൻസ് എന്താണെന്നുള്ളതും നമുക്ക് ഈസി ആയിട്ട് ഈ ഓൺലൈൻ അഡ്വർടൈസ്മെന്റ്സിലൂടെ നമുക്കത് കളക്ട് ചെയ്യാൻ സാധിക്കാം എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജും ഈ ഒരു ഓൺലൈൻ അഡ്വർടൈസിംഗിനുണ്ട്. ദെൻ ഡയറക്റ്റ് മെയിൽ അഡ്വർടൈസിംഗ്. സോ ഡയറക്റ്റ് മെയിൽ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കണം. അതിനു മുമ്പായിട്ട് കസ്റ്റമേഴ്സിലോട്ട് നമ്മുടെ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ക്രിയേറ്റ് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ മെയിലിലൂടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിലോട്ട് മെയിൽ ചെയ്ത് കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ് ടെക്നിക്കാണ് ഡയറക്റ്റ് മെയിൽ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. സോ അധികം പാടൊന്നുമില്ല, നമ്മൾ അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അഡ്വർടൈസ്മെന്റ് പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു കസ്റ്റമറിലോട്ട് മെയിൽ ചെയ്ത് കൊടുക്കുന്നു. സോ നമ്മളൊക്കെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് നമ്മുടെ ഇമെയിലിൽ വന്ന് കിടക്കാറുണ്ട്. എസ്പെഷ്യലി പ്രൊമോഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലായിരിക്കും ജിമെയിലിൽ അത് കിടക്കുന്നത്. സോ ഈ തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സ് ആണ് ഡയറക്റ്റ് മെയിൽ അഡ്വർടൈസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, മൊബൈൽ അഡ്വർടൈസ്മെന്റ്സ്. സോ ഇപ്പോഴത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് പോകുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ടെക്നിക്കാണ് മൊബൈൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ മൊബൈലിനുള്ളിൽ നമുക്ക് വരുന്ന SMS ആയിട്ട് MMS ആയിട്ട് വരുന്ന മെസ്സേജസ് തൊട്ട് ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷനിൽ പോലും കാണിക്കുന്ന അഡ്വർടൈസ്മെന്റ്സ് വരെ മൊബൈൽ അഡ്വർടൈസ്മെന്റ്സിന്റെ കാറ്റഗറിയിൽ വരും.
ഫോർ എക്സാമ്പിൾ നമുക്കൊക്കെ അറിയാം, ആൻഡ്രോയിഡ് ആണെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫ്രീ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് വരും. സോ ഇതൊക്കെയാണ് മൊബൈൽ അഡ്വർടൈസ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി മൊബൈൽ വ്യൂവിൽ നമ്മളൊരു മൊബൈലിന്റെ ബ്രൗസറിൽ നമ്മൾ ഒരു വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ കാണുന്ന അഡ്വർടൈസ്മെന്റ്സ് മൊബൈൽ അഡ്വർടൈസ്മെന്റ് കാറ്റഗറിയിൽ തന്നെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. So mobile advertising is a form of advertising via mobile, wireless phones or other mobile devices. So ഈ മൊബൈൽ അഡ്വർടൈസ്മെന്റ്സിന്റെ കാറ്റഗറിയിൽ തന്നെയാണ് നമ്മളൊരു സ്മാർട്ട് വാച്ച് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സ്മാർട്ട് വാച്ചിന്റെ അകത്ത് വരുന്ന അഡ്വർടൈസ്മെന്റ്സ്, അല്ലെങ്കിൽ സ്മാർട്ട് ബാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സ്മാർട്ട് ബാൻഡിന്റെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ കാണുന്ന അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ മൊബൈൽ അഡ്വർടൈസ്മെന്റ്സിന്റെ കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കോവേർട്ട് അഡ്വർടൈസിംഗ്. സോ കോവേർട്ട് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന, അതായത് ഡയറക്റ്റ് ആയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ടായിരിക്കില്ല അത് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒരു മൂവിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ അതല്ലെങ്കിൽ സീരിയലോ ഇതിന്റെ അകത്തൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഒരു വെബ് സീരീസോ ഇതിന്റെ അകത്തൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ കുറിച്ച് പ്രസന്റ് ചെയ്യുന്നതിനാണ് കോവേർട്ട് അഡ്വർടൈസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A product or a particular brand is incorporated in some entertainment and media channels like movies, television shows or even sports is normally known as covert advertising. So ഇത് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോളിവുഡ് മൂവിയാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. സോ അതിന്റെ അകത്ത് ആ ഒരു ലേഡി ഡ്രിങ്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നോക്കുക, കൃത്യമായിട്ട് അത് ആ ഒരു മൂവിയുടെ പാർട്ടായിട്ടാണ് പോകുന്നത്, പക്ഷെ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ അകത്ത് ആ ഒരു പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് ഏതാണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓൾസോ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബോളിവുഡ് മൂവിയാണ്. സോ ഈ ബോളിവുഡ് മൂവിക്കകത്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ അത് ഋതിക് റോഷനാണ്. ഋതിക് റോഷന്റെ മുമ്പിൽ ഒരു ബോൺ വീറ്റയുടെ ഒരു കവർ ഇരിപ്പുണ്ട്. സോ കൃത്യമായിട്ട് അതിന്റെ അകത്ത് ബോൺ വീറ്റ നമുക്ക് വായിക്കാൻ സാധിക്കും. സോ ഈ കൃത്യമായിട്ട് ഈ അഡ്വർടൈസ്മെന്റ് ഈ ഒരു മൂവിയിലൂടെ ഇവർ ഈ ഒരു കമ്പനി ഇത് പ്രൊമോട്ട് ചെയ്യുന്നതാണെന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് ആക്ച്വലി ഇപ്പോൾ നോക്കുക, ആ ഒരു വിഷ്വലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്രാൻഡിന്റെ നെയിം അവിടെ കാണാൻ സാധിക്കും. സോ വേണമെങ്കിൽ കമ്പനിക്ക് ക്യാഷ് കൊടുത്ത് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ അവിടെ പൊസിഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതാണ് കോവേർട്ട് അഡ്വർടൈസിംഗ് എന്നുള്ളത്. ആൻഡ് ഓൾസോ മലയാളത്തിലെ ഏറ്റവും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയാണ് സ്ഫടികം എന്ന് പറയുന്നത്. സോ ആ സ്ഫടികത്തിനകത്ത് മോഹൻലാൽ അദ്ദേഹത്തിന്റെ കൂളിംഗ് ഗ്ലാസ് അത് ഉപയോഗിക്കുന്നത് റെയ്ബാൻ ആണ്. സോ റെയ്ബാൻ എന്നുള്ളത് ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിന്റെ നെയിം ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി പറയുന്നുണ്ട്. സോ വേണമെങ്കിൽ അത് റെയ്ബാന്റെ ഒരു കോവേർട്ട് അഡ്വർടൈസിംഗ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ബട്ട് ആ മൂവിയിൽ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് നമുക്ക് തെളിവൊന്നുമില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോവേർട്ട് അഡ്വർടൈസിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ബ്രാൻഡ് അഡ്വർടൈസിംഗ്. സോ ബ്രാൻഡ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി നമ്മൾ ആ പ്രൊഡക്റ്റിനെ അല്ല അഡ്വർടൈസ് ചെയ്യുന്നത്, ഇൻസ്റ്റഡ് ആ കമ്പനി, ആ പേരന്റ് കമ്പനി ഏതാണോ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ബ്രാൻഡ് ഹെഡ് ഏതാണോ ആ ഒരു ബ്രാൻഡിനെയാണ് നമ്മൾ ആക്ച്വലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും. സോ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കൊക്കോകോള എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ എപ്പോഴും അറിയാം കൊക്കോകോളയുടെ ഇന്നൊരു വേരിയന്റ് എന്ന് പറഞ്ഞ് നമ്മൾ കടയിൽ പോയി ചോദിക്കാറില്ല. എപ്പോഴും നമ്മൾ കൊക്കോകോള എന്നുള്ളതാണ് കോമൺ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. സോ അത് ആക്ച്വലി ആ ഒരു കൊക്കോകോള എന്ന് പറയുന്ന ബ്രാൻഡിനെയാണ് നമ്മുടെ മനസ്സിൽ അവർ എപ്പോഴും പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ പെപ്സി എന്ന് പറയുന്നതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. സോ കൃത്യമായിട്ട് നമ്മൾ അവിടെ കമ്പനിയെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, കമ്പനി മാർക്കറ്റിലോട്ട് എത്തിക്കുന്ന പ്രൊഡക്റ്റിനെയല്ല. അതുകൊണ്ട് തന്നെ കൊക്കോകോള എന്നുള്ള ടേമാണ് കൊക്കോകോളയുടെ ബ്രാൻഡ്സ്, സബ് ബ്രാൻഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ട്സിനെ കഴിഞ്ഞും കൂടുതൽ എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത്. സോ അതിനെയാണ് ബ്രാൻഡ് അഡ്വർടൈസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So it is advertising with a strong emphasis on the company brand, logo and or company name, also known as integrated marketing communication. Because ഇതിന്റെ അകത്ത് കമ്പനിയുടെ തന്നെ ലോഗോ, കമ്പനിയുടെ ടാഗ് ലൈൻ ആൻഡ് ഓൾസോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കമ്പനിയുടെ ലോഗോ ആണ്, കൊക്കോകോളയുടെ ബ്രാൻഡ് ലോഗോ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡിനെയാണ് നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്, നോട്ട് ദ പ്രൊഡക്റ്റ്. നോൺ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെന്റ്സ്. സോ നോൺ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ആക്ച്വലി ഒരു പ്രൊഡക്റ്റിനെ അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, പകരം ഒരു ഇൻഡിവിജ്വൽ പേഴ്സണെ ആവാം. അതല്ലെങ്കിൽ ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയുള്ള ഒരു അഡ്വർടൈസ്മെന്റ്സ് വരുന്നു, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനെ കുറിച്ചുള്ള ഒരു അഡ്വർടൈസ്മെന്റ്സ് വരുന്നു. സോ ഇതിനെയൊക്കെയാണ് നോൺ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. This kind of advertisements is advertised from political parties, trade fraternals and social groups for the purpose of safeguard ideologies and social betterment and institutions. So exactly ഈ നോൺ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റിലോട്ട് എത്തിക്കുകയല്ല, നേരെ മറിച്ച് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഒരു പേഴ്സണെ ആവാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആവാം, അവർ മാർക്കറ്റിലോട്ട് എത്തിക്കുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ അവർ മാർക്കറ്റിൽ വിശ്വസിക്കുന്ന കാര്യം, അതല്ലെങ്കിൽ അവരുടെ ഒരു കോമൺ ഐഡിയോളജി ഉണ്ടാവും, ആ ഒരു പാർട്ടിയുടെ ഐഡിയോളജി ഉണ്ടാവും, പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഐഡിയോളജി. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഐഡിയോളജി കോമൺ ആയിട്ടുള്ള ജനറൽ പബ്ലിക്കിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ്സ് ആണ് നോൺ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിന് തന്നെ ലൈക്ക് എപ്പോഴും പറയുന്ന കാര്യങ്ങൾ 100% സത്യം ആവണമെന്ന് നിർബന്ധമില്ല, പറയുന്ന കാര്യങ്ങൾ 100% ഫേക്ക് ആവണമെന്ന് നിർബന്ധമില്ല.
സോ ഈ തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സ് കാണുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ നോളജും നമ്മുടെ കോമൺ സെൻസും യൂസ് ചെയ്ത് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സർവീസ് അഡ്വർടൈസ്മെന്റ്. സോ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ആ ഒരു കസ്റ്റമറിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. സോ ഫിസിക്കലി നമ്മളൊരു അതിന്റെ ആ ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ പ്രൊഡക്റ്റ് ഫിസിക്കലി കസ്റ്റമറിന് കാണാൻ സാധിക്കും. ബട്ട് സർവീസ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ആ കസ്റ്റമർ നമ്മളൊരു ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻസ്റ്റന്റ് നമ്മളൊരു സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ ഈ പിക്ചറിൽ മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ നമ്മൾ ഒരു പർച്ചേസ് ചെയ്യുന്നു, അതൊരു പ്രൊഡക്റ്റ് ആണ്. അതിന്റെ നമുക്ക് ആ ഒരു കമ്പ്യൂട്ടർ ഏജൻസി അതിന്റെ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നേരെ മറിച്ച് ആ പ്രൊഡക്റ്റ് കംപ്ലൈന്റ് ആയി, അഥവാ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ആ കംപ്ലൈന്റ് സോൾവ് ചെയ്യാനായിട്ട് ഒരു സർവീസ് ഏജൻസി മറ്റുണ്ടാവും, അല്ലെങ്കിൽ മറ്റൊരു ഷോപ്പ് ഉണ്ടാവും. സോ അങ്ങനെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ആ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇലക്ട്രോണിക് ഡിവൈസ് സർവീസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സർവീസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത്തരത്തിലുള്ള ഷോപ്സ് അല്ലെങ്കിൽ കമ്പനീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ്സിനെയാണ് നമ്മൾ സർവീസ് അഡ്വർടൈസ്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഡോക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സർവീസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു അഡ്വർടൈസ്മെന്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അഡ്വർടൈസ്മെന്റ്സിന്റെ ഈ സർവീസ് അഡ്വർടൈസ്മെന്റ്സിന്റെ എക്സാമ്പിൾ ആയി തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു ബൈക്ക് റിപ്പയറിംഗ് ഷോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബൈക്ക് സർവീസിംഗ് ഷോപ്പ് ഉണ്ട്. സോ ഇതിന്റെ എല്ലാം അഡ്വർടൈസ്മെന്റ്സ് സർവീസ് അഡ്വർടൈസ്മെന്റ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സെലിബ്രിറ്റീസ് അഡ്വർടൈസ്മെന്റ്. സോ 21st സെഞ്ചുറിയിൽ ഒരു സെലിബ്രിറ്റി അഡ്വർടൈസ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ എന്തായാലും നമ്മൾ കാണുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. അഥവാ സെലിബ്രിറ്റീസിന് യൂസ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഒരു അഡ്വർടൈസ്മെന്റ് എൻഡോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സെലിബ്രിറ്റി അഡ്വർടൈസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനെ തന്നെ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് നോർമലി പറയാറുണ്ട്. സോ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു സെലിബ്രിറ്റിയിലുള്ള ആ സെലിബ്രിറ്റിയുടെ ഒരു ഗുഡ് വിൽ അല്ലെങ്കിൽ ആ ഒരു സെലിബ്രിറ്റിയുടെ വാല്യൂ ആണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ കൃത്യമായിട്ട് ഈ അഡ്വർടൈസ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ലയണൽ മെസ്സി ആൻഡ് ഓൾസോ ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് അവർ ആ ഒരു അവരുടെ ഏരിയയിൽ കൃത്യമായിട്ട് അവരുടെ കഴിവുകൾ തെളിയിച്ച ആളുകളാണ്. സോ അവർക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൃത്യമായിട്ട് ഒരു ഗുഡ് വിൽ ഉണ്ടാവും. ആ ഗുഡ് വിൽ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റിലോട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. സോ ഇതിനെയാണ് സെലിബ്രിറ്റീസ് അഡ്വർടൈസ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഹ്യൂ ജാക്ക്മാൻ ഉണ്ട് ആൻഡ് ഓൾസോ MS ധോണി ഉണ്ട്. സോ കൃത്യമായിട്ട് ഇവരെല്ലാവരും കൃത്യമായിട്ട് ഒരു ഫേമസ് സെലിബ്രിറ്റീസ് കാറ്റഗറിയിൽ വരുന്നവരാണ്. സോ അവർ ആ പ്രൊഡക്റ്റിനെ എൻഡോസ് ചെയ്യുന്നു. സറോഗേറ്റ് അഡ്വർടൈസിംഗ്. സിമ്പിളായി പറയുകയാണെങ്കിൽ ചില പ്രൊഡക്റ്റുകൾ ആ പ്രൊഡക്റ്റുകൾക്ക് അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെന്റ് ചില റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അങ്ങനെ പബ്ലിക്കായി അഡ്വർടൈസ് ചെയ്യാൻ പറ്റാത്ത പ്രൊഡക്റ്റുകളെ ആ പ്രൊഡക്റ്റുകളുടെ നെയിംസ് റീകോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ കമ്പനീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ്സ് ആണ് സറോഗേറ്റ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. സോ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ കാണാനുള്ള സിഗരറ്റ്സ് ആൻഡ് ഓൾസോ ആൽക്കഹോൾസ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇതിന്റെ പരസ്യം പബ്ലിക്കായിട്ട് നിയമപരമായി കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കമ്പനികൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സറോഗേറ്റ് അഡ്വർടൈസിംഗ്. സോ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കമ്പനി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയുള്ള മറ്റൊരു പ്രൊഡക്റ്റ് കമ്പനി മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ ഈ ലിക്കറിന്റെ പേരെന്താണോ ആ സെയിം നെയിം തന്നെയായിരിക്കും അവർ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ആ ഒരു പുതിയ പ്രൊഡക്റ്റിന് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഒരു പുതിയ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഈ പഴയ ആൽക്കഹോളിന്റെ ആ ഒരു നെയിം അത് നമുക്ക് റീകോൾ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. സോ പുതിയതായിട്ട് നമ്മൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെ ഫേമസ് ആയിട്ടുള്ള ബിയർ ബ്രാൻഡുകളുണ്ട്. ആ ബിയർ ബ്രാൻഡുകൾ ആ സെയിം ബിയർ ബ്രാൻഡിന്റെ നെയിം തന്നെ ഉപയോഗിച്ച് പുതിയ സോഡ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ഡാഷ് സോഡ ഡാഷ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും മാർക്കറ്റിൽ വരുന്നത്. സോ പെട്ടെന്ന് നമ്മൾ ആ ഒരു ഇതിനു മുമ്പ് കേട്ടുള്ള ലിക്കർ ബ്രാൻഡിന്റെ നെയിം ഒരു സോഡയിൽ കേൾക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ ആ ലിക്കർ ആണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. സോ ഇതിനെയാണ് സറോഗേറ്റ് അഡ്വർടൈസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർസ്യൂസീവ് അഡ്വർടൈസ്മെന്റ്. പെർസ്യൂസീവ് അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഫീലിംഗ്സ് അല്ലെങ്കിൽ അവരുടെ വിശ്വസ്തത നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വർടൈസ്മെന്റ്സ് ആണ് പെർസ്യൂസീവ് അഡ്വർടൈസ്മെന്റ്സ്. ബിക്കോസ് ഇറ്റ്സ് അപ്പീലിംഗ് ദ കസ്റ്റമേഴ്സ് ഇമോഷൻസ് ആൻഡ് ദെയർ ജനറൽ സെൻസിബിലിറ്റി. ബിക്കോസ് അവർ പ്രധാനമായിട്ട് പേടിക്കുന്ന ചില സമയത്ത് ചില ആളുകൾക്ക് പല്ലിനെ കുറിച്ച് ഓർത്ത് ഭയങ്കര പേടിയാണ്. ബിക്കോസ് പല്ലിന് വേദന വന്നെങ്കിൽ ഭയങ്കര സങ്കടമാണ്, അല്ലെങ്കിൽ പല്ലിന്റെ നിറം മങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. സോ അവരെപ്പോഴും പല്ല് ഏറ്റവും ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ പല്ലിനെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ സാധിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഒരു ടൂത്ത് ബ്രഷ് മാർക്കറ്റിൽ കൊണ്ടുവന്നാൽ ഇവരത് ഫസ്റ്റ് ക്യാച്ച് ചെയ്യും. സോ ഇതേപോലെ തന്നെ എന്താണോ കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലം ആ കസ്റ്റമേഴ്സിനെ ആ ഒരു പ്രോബ്ലത്തിനെ ടാർഗറ്റ് ചെയ്തൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവരിക ആൻഡ് ഓൾസോ ആ ടാർഗറ്റിനെ തന്നെ ബേസിൽ നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പെർസ്യൂസീവ് അഡ്വർടൈസ്മെന്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്.
a business might engage in information or persuasive advertisement to encourage first-time customers to try its product, in addition to remaining customers to purchase a product they have previously bought. അഥവാ ഇതിനു മുമ്പ് കസ്റ്റമേഴ്സ് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടില്ല, അപ്പൊ അവരുടെ ആ പേടി എന്താണോ, അവരുടെ വീക്ക്നെസ് എന്താണോ, അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിന് കൃത്യമായിട്ട് നമ്മൾ പരസ്യം കൊടുക്കും. ദെൻ അത് ഉപയോഗിച്ച് കൃത്യമായിട്ട് അവർ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു തവണയെങ്കിലും പർച്ചേസ് ചെയ്യിപ്പിക്കും. ദെൻ റിപ്പീറ്റഡ് ആയി നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ അവർ പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ പെർസസീവ് അഡ്വർടൈസ്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു ടൂത്ത് പേസ്റ്റിന്റെ പരസ്യം എന്ന് പറയുന്നത്. സോ കൃത്യമായിട്ട് ഈ പല്ലിനെ കുറിച്ച് ഫോക്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വായിനെ കുറിച്ച് ഫോക്കസ് ചെയ്തിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ ഒരു സെക്കൻഡ് എങ്കിലും നമ്മൾ അതിനൊരു ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യും. സോ അതിനെയാണ് പെർസ്യൂസീവ് അഡ്വർടൈസ്മെന്റ് കാറ്റഗറിയിൽ കൊണ്ടുവരുന്നത്. കോമ്പറ്റീറ്റീവ് അഡ്വർടൈസ്മെന്റ്സ്. സോ കോമ്പറ്റീറ്റീവ് അഡ്വർടൈസ്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോമ്പറ്റീറ്ററിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റർ നമ്മളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലോ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വർടൈസ്മെന്റ്സിനെയാണ് കോമ്പറ്റീറ്റീവ് അഡ്വർടൈസ്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കോമൺ ആയിട്ട് ഇതിനെ തന്നെ കമ്പാരിറ്റീവ് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ കമ്പാരിസൺ അഡ്വർടൈസിംഗ് എന്നും പറയാനുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെയും കോമ്പറ്റീറ്ററിന്റെ പ്രൊഡക്റ്റിനെയും വെച്ച് കമ്പയർ ചെയ്യാണ്. അതുകൊണ്ടാണ് അതിനെ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ കമ്പാരിസൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അഥവാ BMW 2016 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു അഡ്വർടൈസ്മെന്റ് ആണിത്. അതിന്റെ ഫസ്റ്റ് ഹെഡിങ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, കൺഗ്രാറ്റുലേഷൻ ടു OD വിന്നിംഗ് സൗത്ത് ആഫ്രിക്കൻ കാർ ഓഫ് ദി ഇയർ 2006. അഥവാ 2006 സൗത്ത് ആഫ്രിക്കൻ ബെസ്റ്റ് കാർ ആയിട്ട് ODനെ സെലക്ട് ചെയ്തു. സോ അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് BMW കൊടുത്തൊരു അഡ്വർടൈസ്മെന്റ് ആണിത്. അതിന്റെ സെക്കൻഡ് ടാഗ്ലൈൻ നോക്കുക, ഫ്രം ദ വിന്നർ ഓഫ് എ വേൾഡ് കാർ ഓഫ് ദി ഇയർ 2016. അഥവാ 2006 വേൾഡ് കാർ ആയിട്ട് സെലക്ട് ചെയ്തത് BMW ആണ്. ബട്ട് OD എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ കാർ ആയിട്ട് മാത്രമാണ്, അതായത് സൗത്ത് ആഫ്രിക്കയിലെ ബെസ്റ്റ് കാർ ആയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ അവർ വേൾഡ് കാർ ആണ് BMW എന്ന് പ്രൊമോട്ട് ചെയ്യും. ആൻഡ് ഓൾസോ സൗത്ത് ആഫ്രിക്കയിൽ മാത്രമാണ് OD പ്രൊമോട്ടഡ് ആയിട്ടുള്ളതും എന്നുള്ളതാണ് ഇവർ ഈ അഡ്വർടൈസ്മെന്റിൽ ഉദ്ദേശിക്കുന്നത്. സോ ഇതിന് ഡിഫെൻഡീവ് ആയിട്ട് നേരെ OD തിരിച്ചൊരു അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് കൺഗ്രാറ്റുലേഷൻ ടു BMW ഫോർ വിന്നിംഗ് വേൾഡ് കാർ ഓഫ് ദി ഇയർ 2006. അഥവാ 2006 വേൾഡ് കാർ ആയിട്ട് BMW വന്നതിൽ സന്തോഷമുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ടാഗിലേക്ക് നോക്കുക, ഫ്രം ദ വിന്നർ ഓഫ് 6 കോൺസിക്യൂട്ടീവ് Le Mans 24-hour races 2000 to 2006. അഥവാ 2000 തൊട്ട് 2006 വരെ കൺസിസ്റ്റന്റ് ആയിട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് ഈ 6 തവണയും ജയിച്ചിരിക്കുന്നത് OD ആണ് ആക്ച്വലി Le Mans റേസിംഗിൽ. സോ കൃത്യമായിട്ട് അപ്പോൾ ഈ വേൾഡ് കാർ ആയിട്ട് 2006 മാത്രം വന്ന BMWനെ തിരിച്ച് റിട്ടേൺ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് OD ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ നിലവിൽ ഈ ഒരു പിക്ചറിൽ പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ഇവർ പോലും കൺസിഡർ ചെയ്യാത്ത ഒരു ബ്രാൻഡ് ഇവരെ രണ്ടുപേരെയും ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. സോ ദാറ്റ് ഈസ് സുബറു. സോ സുബറുവിന്റെ ഹെഡിങ് നോക്കുക, വെൽ ഡൺ ടു OD ആൻഡ് BMW ഫോർ വിന്നിംഗ് ദ ബ്യൂട്ടി കോൺടെസ്റ്റ് ഫ്രം ദ വിന്നർ ഓഫ് ദ 2006 ഇന്റർനാഷണൽ എഞ്ചിൻ ഓഫ് ദി ഇയർ. ബിക്കോസ് രണ്ടുപേരും, അതായത് BMWയും ODയും അവർ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു കാറിന്റെ രണ്ടിനെയും സൗന്ദര്യത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ശക്തിനെയല്ല. നേരെ മറിച്ച് സുബറു 2006 ഏറ്റവും ബെസ്റ്റ് എഞ്ചിനുള്ള വണ്ടിയെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ് സുബറു അവകാശപ്പെടുന്നത്, അഥവാ ഏറ്റവും പവറുള്ള എഞ്ചിൻ. സോ ബാക്കിയുള്ള രണ്ട് കമ്പനിയും അതിന്റെ സൗന്ദര്യത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നേരെ മറിച്ച് സുബറു കൃത്യമായിട്ട് അതിന്റെ എഞ്ചിൻ പവർ അല്ലെങ്കിൽ ശക്തിനെ അല്ലെങ്കിൽ ബലത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് സുബറു ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഇതാണ് എക്സാക്ട്ലി കമ്പാരിറ്റീവ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. പരസ്പരം നമ്മുടെ പ്രൊഡക്റ്റിനെ കോമ്പറ്റീറ്ററിന്റെ പ്രൊഡക്റ്റുമായി കമ്പയർ ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് കോമ്പറ്റീറ്റീവ് അഡ്വർടൈസ്മെന്റ്. നെക്സ്റ്റ് വൺ, പബ്ലിക് സർവീസ് അഡ്വർടൈസ്മെന്റ്സ്. ഇതൊരു കൊമേഴ്ഷ്യൽ ബേസിസ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ്സ് അല്ല. ഒരു കോമൺ സർവീസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ്സ് ആണ് പബ്ലിക് സർവീസ് അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് HIV AIDS അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി. പൊളിറ്റിക്കൽ ഐഡിയോളജി ഇൻ ദ സെൻസ് സൊസൈറ്റിക്ക് മുഴുവൻ ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി. അതല്ലെങ്കിൽ എനർജി കൺസർവേഷൻ, ബിക്കോസ് എനർജി എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് മുഴുവനായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു എലമെന്റ് ആണ്. അതുകൊണ്ട് ഇതിനെല്ലാം പ്രിസർവ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യുന്നതും റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് കാണുന്നതാണ് ഈ പബ്ലിക് സർവീസ് അഡ്വർടൈസ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് കൃത്യമായിട്ട് നോക്കുക, ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഒരു കുട്ടികളുടെ ഹെൽത്ത് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ്, അതല്ലെങ്കിൽ കൃത്യമായിട്ട് അബോർഷനെ പ്രിവെന്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ആ ഒരു ഡ്രൈവിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കേണ്ടത്. സോ ഇതെല്ലാം കൃത്യമായിട്ട് ഒരു പബ്ലിക് സർവീസസ് ആയിട്ട് മാർക്കറ്റിലോട്ട് എത്തിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ്സ് ആണ്. ബിക്കോസ് ഇതെല്ലാം കോമൺ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ് അല്ല, നേരെ മറിച്ച് ഒരു പബ്ലിക് സർവീസ് അല്ലെങ്കിൽ സോഷ്യൽ അവയർനെസ് ആണ് നമ്മൾ ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. സോ ദീസ് സോർട്ട് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് ആർ നോർമലി നോൺ ആസ് പബ്ലിക് സർവീസ്
retail advertisements. So it's emphasized the specific retail outlet as the place to buy a specific range of brand. So കൃത്യമായിട്ട് നമുക്കറിയാം ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് എപ്പോഴും പ്രൊഡക്റ്റ് പോയി പർച്ചേസ് ചെയ്യുന്ന ലാസ്റ്റ് പോയിന്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ നിന്നാണ് അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ്. സോ ആ ഒരു കസ്റ്റമർ ആ ഒരു കടയിൽ ചെന്ന് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ കടയിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ആണ് റീറ്റെയിൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ആ കടയുടെ അഡ്വർടൈസ്മെന്റ്സ് ആവാം, അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിൽ വിൽക്കുന്ന ബ്രാൻഡ്സിന്റെ അഡ്വർടൈസ്മെന്റ്സ് ആവാം. സോ ആ ഒരു റീറ്റെയിൽ ഷോപ്പിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള നോട്ടീസുകൾ, സോ പലതരത്തിലുള്ള കാർഡ്ബോർഡ്സ്, ഔട്ട്ലെറ്റ്സ്, സോ ഇതിനെല്ലാം കൃത്യമായിട്ട് നമുക്ക് റീറ്റെയിൽ അഡ്വർടൈസ്മെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ലോക്കൽ അഡ്വർടൈസ്മെന്റ്. സോ ലോക്കൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ജോഗ്രഫിക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു സ്ഥലത്ത് മാത്രമായിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ബ്രാൻഡ് അഡ്വർടൈസ് ചെയ്യുന്നതിനെയാണ് ലോക്കൽ അഡ്വർടൈസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Any advertising placed by a company, organization or an individual operating in a limited geographical area such as city or within a state is normally known as local advertisement. അഥവാ ചെറിയൊരു ഫോം ആണ്, അഥവാ കോട്ടയത്ത് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ. സോ കോട്ടയത്തെ ലോക്കൽ ഷോപ്സിൽ മാത്രം നമ്മുടെ അഡ്വർടൈസ്മെന്റ്സ് വരികയാണെങ്കിൽ അതിനാണ് ലോക്കൽ അഡ്വർടൈസ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് അതിന് കോട്ടയത്തിന് പുറത്തോട്ട് അഡ്വർടൈസ്മെന്റ് പോകേണ്ട കാര്യമില്ല, കാരണം കോട്ടയത്തിന് പുറത്തോട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ലോക്കൽ റീജിയണിൽ മാത്രമായ ഒരു അഡ്വർടൈസ്മെന്റ് പോവുകയാണെങ്കിൽ അതിലാണ് ലോക്കൽ അഡ്വർടൈസ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാഷണൽ അഡ്വർടൈസ്മെന്റ്. ഒരു രാജ്യത്ത് മുഴുവനായി അല്ലെങ്കിൽ ഒരു രാജ്യത്ത് വൈഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് ഒരു അഡ്വർടൈസ്മെന്റ് പോവുകയാണെങ്കിൽ, ഒരു അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നാഷണൽ അഡ്വർടൈസ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ജോഗ്രഫിക്കലി സ്പീക്കിംഗ്, നാഷണൽ അഡ്വർടൈസ്മെന്റ് റേഞ്ച് ഈസ് എക്സ്റ്റെൻഡഡ് ടു ദ ടെറിട്ടറി ലിമിറ്റ് ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്ത് മുഴുവനായിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യും. ദെൻ അഡ്വർടൈസർ യൂസ് ദ നാഷണൽ മീഡിയ ടു ഇൻഫോം ദ കൺസ്യൂമർ അബൌട്ട് ദ പ്രൊഡക്റ്റ്. അഥവാ ഒരു രാജ്യത്ത് മുഴുവനായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു മീഡിയം ആയിരിക്കും അല്ലെങ്കിൽ ഒരു ചാനൽ ആയിരിക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. ദ അഡ്വർടൈസർ നോർമലി പ്രിഫർ ദ നാഷണൽ ലാംഗ്വേജ്. അതായത് രാജ്യത്ത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ലാംഗ്വേജ് ഏതാണോ അതായിരിക്കും കോമൺ ആയിട്ട് ഇതിന്റെ അകത്ത് ഫോക്കസ് ചെയ്യുന്നത്. ദ ഗുഡ് ഓർ സർവീസ് വിൽ ബി ഈസിലി അവൈലബിൾ വിത്തിൻ ദ കൺട്രി. അതായത് ആ രാജ്യത്ത് അതിന് കൃത്യമായിട്ട് ഡെലിവറി ഉണ്ടായിരിക്കും. സോ ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നാഷണൽ അഡ്വർടൈസ്മെന്റ് സാധാരണഗതിയിൽ ഒരു കമ്പനി ഇങ്ങനെ ഒരു സിംഗിൾ അഡ്വർടൈസ്മെന്റ് തന്നെ ഒരു രാജ്യത്ത് മുഴുവനായിട്ട് പോകാനുള്ള സാധ്യത കുറവാണ്, എസ്പെഷ്യലി ഇന്ത്യയിൽ. ബിക്കോസ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ലാംഗ്വേജസ് ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വരുന്ന അഡ്വർടൈസ്മെന്റ് അത് മലയാളത്തിലായിരിക്കും, തമിഴ്നാടാണെങ്കിൽ അത് കൃത്യമായിട്ട് തമിഴായിരിക്കും. നേരെ മറിച്ച് നോർത്തിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് ഹിന്ദി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ലാംഗ്വേജസ് ആയിരിക്കും കോമൺ ആയിട്ട് അവിടെ ഫോളോ ചെയ്യുന്നത്. സാധാരണഗതിയിൽ നാഷണൽ അഡ്വർടൈസ്മെന്റ്സ് പോകുന്നത് ഗവൺമെന്റ് ഇൻഫർമേഷൻസ് ആണ്, എസ്പെഷ്യലി സെൻട്രൽ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ആണ് എപ്പോഴും നാഷണൽ അഡ്വർടൈസ്മെന്റ്സിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. ബിക്കോസ് രാജ്യം മുഴുവൻ കോമൺ ആയിട്ട് ഒരു സിംഗിൾ ലാംഗ്വേജിൽ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. സോ സെൻട്രൽ ഗവൺമെന്റ് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നാഷണൽ അഡ്വർടൈസ്മെന്റ് ഏറ്റവും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നേരെ മറിച്ച് റീജിയണൽ അഡ്വർടൈസ്മെന്റ്സ് വരുവാണെങ്കിൽ കൃത്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്, ഇപ്പോൾ കേരള ഗവൺമെന്റ് ഒരു അഡ്വർടൈസ്മെന്റ്സ് ഇറക്കുകയാണെങ്കിൽ അത് റീജിയണൽ ബേസിലുള്ള അഡ്വർടൈസ്മെന്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. തമിഴ്നാട് ഗവൺമെന്റ് അഡ്വർടൈസ്മെന്റ് സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് തമിഴ്നാട് ഗവൺമെന്റ് റീജിയണൽ വൈസ് അഡ്വർടൈസ്മെന്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ്. ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനുള്ളിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് അഡ്വർടൈസ്മെന്റ്സ് പോകുന്നതിനെയാണ് ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അഡ്വർടൈസിംഗ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇൻ എ കൺട്രി അതർ ദാൻ വെർ ഇറ്റ് ഒറിജിനേറ്റ്സ്. അഥവാ അതിന്റെ പേരന്റ് കമ്പനി സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റിൽ മാത്രമല്ല അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ മാത്രമല്ല, നേരെ മറിച്ച് ഇന്ത്യ വേൾഡ് വൈഡ് മുഴുവൻ അഡ്വർടൈസ്മെന്റ്സ് പോവുകയാണെങ്കിൽ അതിനെയാണ് ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് ഏറ്റവും വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള കൊക്കോകോള, KFC അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് പെപ്സിയുടെ അഡ്വർടൈസ്മെന്റ്സ്, ഇതെല്ലാം വേൾഡ് വൈഡ് ആണ് പോകുന്നത്. ബട്ട് ഓൺലി ഓൺ വൺ കണ്ടീഷൻ, ഏത് രാജ്യത്താണോ ചെല്ലുന്നത് ആ രാജ്യത്തിന്റെ ലാംഗ്വേജ് അത് കോമൺ ആയിട്ടുള്ളത് അക്സെപ്റ്റ് ചെയ്യും. ബിക്കോസ് അവർക്ക് കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇംഗ്ലീഷ് തന്നെയായിരിക്കും ഈ അഡ്വർടൈസ്മെന്റ്സ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് ഇന്റർനാഷണലി ഒരു പരിധി വരെ കൂടുതലായിട്ട് ആളുകൾക്ക് വേൾഡ് വൈഡ് ആയിട്ട് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലായിരിക്കും അത് കോമൺ ആയിട്ട് പോകുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. ഹാവ് എ നൈസ് ഡേ.